ഒരുപാട് ആളുകൾ പോക്കോ X8 പ്രോന്റെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയാം, ഞാൻ ഷവോമിയുടെ ഫോണുകൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല. അതിനുള്ള പ്രധാന കാരണം എനിക്ക് അവരുടെ ഹൈപ്പർവോയ്സ് എന്ന് പറയുന്നത് തൊട്ട് മുന്നും MIUI ആയിരുന്നു. അതിനോട് ഒട്ടും താല്പര്യം തോന്നിയിരുന്നില്ല. ഭയങ്കര ഒരു ലോക്കൽ ഫീലായിരുന്നു അത് ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്തു, ഉപയോഗിക്കാൻ തുടങ്ങി, കുറേ ദിവസം ഉപയോഗിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു MIUI-നോടുള്ള അല്ലെങ്കിൽ ഹൈപ്പർവോയ്സിനോടുള്ള ആ ഒരു ഇഷ്ടക്കുറവ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മാറ്റം ഈ ഒരു ഫോണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ മുഴുവൻ കാണാനായിട്ട് നിങ്ങൾക്ക് ക്ഷമയില്ലെങ്കിൽ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്ക് ഒരു ഓൾറൗണ്ടർ പാക്കേജ് ആണ് വേണ്ടതെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു ഫോൺ എടുക്കാം. ഇനി എന്തുകൊണ്ട് ഞാനിത് റെക്കമെൻഡ് ചെയ്യണു എന്നുള്ളത് അറിയണമെങ്കിൽ മുഴുവനായിട്ട് വീഡിയോ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് ജെനുവിൻ ടെക് റിലേറ്റഡ് വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ കാണുന്ന ബോക്സിലാണ് ഈ ഒരു ഫോൺ എനിക്ക് കിട്ടിയത്. ബോക്സിൻ്റെ ഉള്ളിൽ 100 വാട്ടിൻ്റെ ചാർജിങ് അഡാപ്റ്ററും നല്ല ക്വാളിറ്റിയുള്ള TPU കേസ് അടക്കം എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഡിസൈൻ iPhone 16-നും 17-നും നല്ലപോലെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അതായത് ഈ ഒരു മെറ്റാലിക് ഫ്രെയിം ആണെങ്കിലും ബാക്കിലെ ക്യാമറ മൊഡ്യൂളൊക്കെ ശരിക്കും ഐഫോൺ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്തും ശരിക്കും ഒരു ഐഫോൺ ആണോ കയ്യിലിരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ വരും കേട്ടോ. പിന്നെ ഇത് കുറച്ചും കൂടി ഹെവിയാണ്, കുറച്ചും കൂടി വലിയൊരു ഫോണാണ്. അതായത് 200 ഗ്രാമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. IP69K റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരേ സമയം 2 സിമ്മാണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. ഡിസ്പ്ലേക്ക് ചുറ്റും വരുന്ന ബസൽ നല്ല തിന്നാണ്. അതുകൂടാതെ ഇതിൻ്റെ ക്യാമറ മൊഡ്യൂളിന് ചുറ്റുമായിട്ട് 2 RGB ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്താണെങ്കിലും ഗെയിം കളിക്കുന്ന സമയത്ത് പാട്ട് കേൾക്കുന്ന സമയത്തൊക്കെ ഈ ഒരു മൾട്ടി കളറിലുള്ള ലൈറ്റ് ഒരു DJ എഫക്റ്റ് കിട്ടും. അതൊക്കെ നന്നായിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ ബട്ടൺസ് കാര്യങ്ങളെല്ലാം വളരെ സോളിഡ് ആണ് കേട്ടോ, അടിപൊളിയാണ്. അവിടെ ഒന്നും പ്രത്യേകിച്ച് ഒരു കുറ്റം പറയാനായിട്ടില്ല. 6.59 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ പാനലാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. അത് കണ്ടന്റുകൾ കാണാനാണെങ്കിലും ടൈപ്പ് ചെയ്യാനാണെങ്കിലും ഗെയിം കളിക്കാനാണെങ്കിലും ടച്ച് റെസ്പോൺസ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. ഇവിടെ 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അത് നമ്മൾ അഡാപ്റ്റീവിൽ ഇട്ടാൽ പോലും, അതായത് വേരിയബിൾ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റ് ഇട്ടാൽ പോലും നല്ല പോലെ ആ ഒരു സ്മൂത്ത്നെസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 3840 Hz PWM ഡിമ്മിങ് കൊടുത്തിട്ടുണ്ട്. അതായത് ലോ ലൈറ്റ് കണ്ടീഷനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫ്ലിക്കറിങ് മൂലമുള്ള തലവേദന ഒരു പരിധി വരെ ഒഴിവാക്കും. ഡോൾബി വിഷൻ്റെയും അതുപോലെ HDR 10+ൻ്റെയും സർട്ടിഫിക്കേഷനും കൂടി ഈ ഒരു ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ HDR കണ്ടന്റുകൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. വേറെ OTT പ്ലാറ്റ്ഫോം ഒന്നും ഞാൻ സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്ത കാരണം ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഇനി ഡിസ്പ്ലേയുടെ ഭാഗമായിട്ട് വരുന്ന ആംബിയൻ സെൻസറിന്റെ വർക്കിങ്ങും വളരെ സ്പീഡാണ്. പിന്നെ അണ്ടർ ഡിസ്പ്ലേ ആയിട്ടാണ് ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിരിക്കുന്നത്. അതിന്റെ പൊസിഷൻ നല്ല താഴെയാണ്. ഈ ഫോൺ അൺലോക്ക് ആയിട്ട് വരാനായിട്ട് കുറച്ച് ലാഗുള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ജസ്റ്റ് ഒന്ന് വിരൽ തട്ടിക്കഴിഞ്ഞാൽ ഫോൺ അൺലോക്ക് ആയി വരുന്നുണ്ട്. പക്ഷെ അത് ഫോൺ അൺലോക്ക് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ടെന്ന് മാത്രം. അതുപോലെ ഇതിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് തന്നെയാണോ ഈ ഒരു സൗണ്ട് വരുന്നത് എന്ന് തോന്നും. നല്ല ലൗഡാണ്, നല്ല ക്രിസ്പാണ്, ക്ലിയർ ആണ്. ഒരു ഹെവി സൗണ്ട്, നല്ലൊരു മെറ്റാലിക് സൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഫുൾ മൂവി ഇതിൻ്റെ സ്പീക്കേഴ്സ് വെച്ച് കേൾക്കുകയാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. ആ ഒരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ കിട്ടും. പിന്നെ ടൈപ്പ് സിയുടെ കേബിൾ ഞാനൊന്ന് കണക്ട് ചെയ്ത് നോക്കിയിരുന്നു, അതും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. ഈ പോക്കോ ബ്രാൻഡിങ്ങിൽ വരുന്ന ഫോണുകളുടെ ഒരു പ്രത്യേകത അറിയാലോ, അതിൽ പെർഫോമൻസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇവിടെ അങ്ങനെ തന്നെയാണ്. അതായത് മീഡിയടെക്കിൻ്റെ Dimensity 8500 Ultra എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. ലേറ്റസ്റ്റ് LPDDR5X റാം ടൈപ്പ്, UFS 4.1 സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം ടോപ്പ് നോച്ച് തന്നെയാണ്. ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമ്മളുടെ ആപ്പുകൾ ഓപ്പൺ ചെയ്യാൻ, ക്യാമറയിൽ ഫോട്ടോസ് എടുക്കുക, അതിൻ്റെ പ്രോസസ്സിങ്, ഷട്ടർ സ്പീഡ്, അതുപോലെ അത്യാവശ്യം വീഡിയോസ് കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യുക, കോളിൽ സംസാരിക്കുക പോലുള്ള കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് എടുക്കുന്നുണ്ട്. ഒരു പ്രശ്നവും ഇല്ല കേട്ടോ, ഒരു ലാഗും ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തില്ല. അതായത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റി കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഗെയിമിങ്ങിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഞാൻ മെയിനായിട്ട് കളിച്ച് നോക്കിയത് BGMIയും അതുപോലെ കോൾ ഓഫ് ഡ്യൂട്ടിയാണ്. രണ്ടിലും നമുക്ക് 120 FPS തന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് എനേബിൾഡ് ആണ്. BGMI ഞാൻ ഏകദേശം ഒരു 3 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് കളിച്ച് നോക്കി. എനിക്ക് ഏകദേശം ഒരു 110 FPS മുകളിൽ സ്റ്റേബിളായിട്ട് കിട്ടി. ഫ്രെയിം ഡ്രോപ്പ് വരിക, സ്റ്റക്ക് ആവുക, ചൂടായിട്ട് സ്ലോ ആവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല. നല്ല ക്വാളിറ്റിയുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് BGMIയുടെ സൈഡിൽ വന്നത്.
അതേപോലെ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ സൈഡിലോട്ട് വരുമ്പോഴും ഒരു വ്യത്യാസവും ഇല്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അത് ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം കളിച്ചു നോക്കി. അവിടെയും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു FPS എനിക്ക് കിട്ടി. സോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റിയും അതുപോലെ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് തരുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുമ്പോൾ ആൻഡ്രോയിഡ് 16 ബേസ്ഡ് HyperOS 3 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 4 മേജർ സോഫ്റ്റ്വെയർ അപ്ഡേഷനും 6 വർഷത്തെ സെക്യൂരിറ്റി പാച്ചുമാണ് ഷവോമി ഈ ഒരു ഫോണിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്തിരിക്കുന്നത്. അതായത് 2032 വരെയുള്ള സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഈ ഒരു ഫോണിന് കിട്ടും. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും നിലവിൽ ജൂലൈ മാസത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഇതിലോട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അപ്ഡേറ്റ് ചെയ്തു. അതിനുശേഷം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഹീറ്റ് ആവുക, വാം ആവുക പോലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല. ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത്, ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിലും ഈ പറയുന്ന പോലെ ഒരുപാട് സമയം ക്യാമറ ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ ചെറുതായിട്ട് വാം ആവുന്നുണ്ട് എന്നുള്ളതിനപ്പുറം ഒരു ഓവർ ഹീറ്റിങ്ങിലോട്ടൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ പെർഫോമൻസ് ഡൗൺ ആവുന്ന പോലത്തെ ഒരു ഹീറ്റിംഗ് ഒന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല. ഇനി സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുമ്പോൾ ആസ് യൂഷ്വൽ ഫോൺ സെറ്റപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഇഷ്ടം പോലെ പ്രീ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതെല്ലാം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടി വരും. ഞാൻ ഈ ഷവോമി ഫോണുകൾ റെക്കമെൻഡ് ചെയ്യാതിരിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇവരുടെ സോഫ്റ്റ്വെയർ സൈഡ് തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ ആ ഒരു താല്പര്യക്കുറവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവരുടെ MI ആപ്പ് സ്റ്റോർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പകരം ഇൻഡസ് ആപ്പ് സ്റ്റോർ കൊടുത്തിട്ടുണ്ട്. ഇതേ സാധനം തന്നെ നമ്മൾ മോട്ടറോള ഫോണുകളിലും കാണുന്നുണ്ട്. അതിൽ നിന്നാണ് ഇപ്പോൾ ആപ്പ് കാര്യങ്ങളെല്ലാം ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ടേൺ ഓഫ് ചെയ്ത് വെക്കാം. ഒരുവിധം ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് പറ്റും. പറ്റാത്തതും വരുന്നുണ്ട്. എന്നാലും പണ്ടത്തെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി എന്തായാലും സോഫ്റ്റ്വെയർ മോശമാണ് എന്നതിൻ്റെ പേരിൽ ഞാൻ ഇനി ഷവോമി ഫോണുകൾ റെക്കമെൻഡ് ചെയ്യാതിരിക്കില്ല. കാര്യം സാംസങ്ങിൻ്റെ One UI ആണെങ്കിലും അതേപോലെ ഓപ്പോൻ്റെ ColorOS ആണെങ്കിലും ഭയങ്കര സ്മൂത്താണ്. ഒരു ബട്ടറി സ്മൂത്ത് നമുക്ക് അവിടെ ഫീൽ ചെയ്യും. അത്രയും സ്മൂത്ത്നെസ് ഈ ഒരു UIയിൽ കിട്ടിയില്ല കേട്ടോ. അവിടെ ചെറിയൊരു സ്റ്റട്ടേഴ്സും ചെറിയൊരു ലാഗും ഫീൽ ചെയ്തു. പക്ഷേ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ കട്ടയാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ AI സൈഡ് നോക്കുകയാണെങ്കിൽ ഷവോമി ഹൈപ്പർ AI എന്ന് പറയുന്ന ഈ ഒരു ടാബിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ AI ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഗാലറി ആപ്ലിക്കേഷനിൽ AI കൂടാതെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ട ഒരുപാട് ടൂളുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൂഗിളിൻ്റെ ഡയലർ അല്ലാത്തതുകൊണ്ട് അനൗൺസ്മെൻ്റ് ഇല്ലാതെ ഓട്ടോ കോൾ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. 3 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ടുകൾ എടുക്കാൻ പറ്റും. മൾട്ടി ടാസ്കിങ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷൻസ് അവിടെ വരുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു റിയർ സൈഡിലത്തെ ക്യാമറ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ശോകമാണ്. അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഒരേ സമയം 2 5G സിമ്മാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഞാൻ എയർടെലിൻ്റെ ഒരു സിമ്മാണ് ഇതിലിട്ടത്. അവിടെ നിന്ന് കിട്ടിയ ഡാറ്റ സ്പീഡ് ആണെങ്കിലും കോളിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും ഡൗൺലോഡ് സ്പീഡ് ആണെങ്കിലും ഈവൻ യൂട്യൂബിലുള്ള ബഫറിംഗ് ഉണ്ടല്ലോ അതൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അതുപോലെ വൈഫൈയും സ്റ്റേബിൾ ആയിരുന്നു. വൈഫൈ കോളിങ്ങും സ്റ്റേബിൾ ആയിരുന്നു. ബ്ലൂടൂത്ത് ഞാൻ എൻ്റെ നെക്ക് ബാൻഡ് അതുപോലെ 2 TWSും കണക്ട് ചെയ്ത് നോക്കി. അതും സ്റ്റേബിൾ ആയിരുന്നു. മറ്റ് ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്തില്ല. NFC-യുടെയും IR ബ്ലാസ്റ്റിൻ്റെയും സപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ അതിനുള്ള സപ്പോർട്ടും ഇവിടെ കിട്ടുന്നുണ്ട്. സോ കണക്ടിവിറ്റിയുടെ സൈഡിലും ഒരു നെഗറ്റീവും പറയാനായിട്ടില്ല. ഇനി ക്യാമറയുടെ സൈഡിലോട്ട് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അതുകൂടാതെ 20 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ, അങ്ങനെ 3 ക്യാമറകളാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറ UI നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്യാമറ ഇന്റർഫേസ് ആണ്. UI ആണ് ഇവിടെ വരുന്നത്. ഈ ഫോൺ ലോഞ്ച് ചെയ്ത സമയത്ത് കണ്ട റിവ്യൂസിലെല്ലാത്തിലും ക്യാമറയെ പറ്റി നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു. ക്യാമറ പോരാന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഔട്ട്പുട്ട് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. ഏകദേശം 500-ലധികം ഫോട്ടോസും വീഡിയോസും ആണ് ഞാൻ ഇതിൻ്റെ എല്ലാ ക്യാമറകളും ഉപയോഗിച്ച് പല സിറ്റുവേഷനിലായിട്ട് എടുത്തിട്ടുള്ളത്. അതായത് ഇതിൻ്റെ മെയിൻ ക്യാമറ വെച്ച് എടുത്തിട്ടുള്ള ഫോട്ടോസ്, അത് സ്കിൻ ടോൺ ആയിക്കോട്ടെ, പൂക്കളായിക്കോട്ടെ, ഇനി മൃഗങ്ങളായിക്കോട്ടെ, എല്ലാം നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഓവറായിട്ട് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര സോഷ്യൽ മീഡിയ റെഡി ഔട്ട്പുട്ടും അല്ല, എന്നാൽ ഭയങ്കര ഡള്ളായിട്ടുള്ള ഒരു ഔട്ട്പുട്ടല്ല. ഇതിൻ്റെ ഇടയിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. കിട്ടുന്ന ഇമേജ് നല്ല ഷാർപ്പാണ്, നല്ല ഡീറ്റെയിൽ ഉണ്ട്, നല്ല കളർ ടോൺ ആണ്. എനിക്ക് പേഴ്സണലി നല്ല പോലെ ഇഷ്ടപ്പെട്ടു. അതേപോലെ ഇതിലൊരു ഡെഡിക്കേറ്റഡ് പോർട്രേറ്റ് ക്യാമറ കൊടുത്തിട്ടില്ല. സ്റ്റിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് അത് ലോ ലൈറ്റ് കണ്ടീഷൻ ആണെങ്കിലും നല്ല ലൈറ്റുള്ള കണ്ടീഷൻ ആണെങ്കിലും ഈവൻ മഴക്കാരുള്ള കണ്ടീഷൻ ആണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ് അത് ഏത് മോഡ് ഇട്ടാലും കിട്ടുന്നത്. പിന്നെ ഈ പറയുന്ന ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്തതിൽ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് HDR മാനേജ്മെൻറ്റ് കുറച്ച് മോശമാണ്. അതായത് നമ്മളുടെ പുറകിൽ ലൈറ്റ് വരുന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് വല്ലാണ്ടങ്ങ് ഇരുണ്ട് പോകുന്നുണ്ട്.
അത് ഒരുപാട് സിറ്റുവേഷനിൽ ഞാൻ നോക്കി, എല്ലാ സിറ്റുവേഷനിലും സബ്ജക്റ്റ് വല്ലാണ്ടങ്ങ് ഇരുണ്ട് പോകുന്നുണ്ട്. അതാണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ഇനി 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുടെ സൈഡിലോട്ട് വരുമ്പോൾ അറിയാലോ 8 മെഗാ പിക്സലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം വളരെ കുറവാണ്. പക്ഷേ അത്യാവശ്യം യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഇനി സെൽഫിയുടെ സൈഡിലോട്ട് വരുമ്പോൾ റിയർ ക്യാമറയിൽ നിന്ന് കിട്ടിയ പോലെ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തന്നെയാണ് അവിടെ നിന്ന് കിട്ടിയത്. അത് ഈവൻ ലോ ലൈറ്റ് കണ്ടീഷനിൽ പോയാൽ പോലും നല്ല ഡീറ്റെയിൽ ഉള്ള നല്ല ഷാർപ്പായിട്ടുള്ള സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇനി വീഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ റിയർ ക്യാമറ യൂസ് ചെയ്തിട്ട് നമുക്ക് 4K ആയിട്ട് 60 FPS ആണ് മാക്സിമം വീഡിയോ എടുക്കാനായിട്ട് പറ്റുക. അതുപോലെ ഫുൾ HD മാക്സിമം നമുക്ക് 960 FPS വരെ വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും. അതായത് സൂപ്പർ സ്ലോമോ വീഡിയോസ് വരെ നമുക്ക് ഫുൾ HD എടുക്കാനായിട്ട് പറ്റും. എന്തായാലും ഇതിൽ നിന്ന് കിട്ടിയ വീഡിയോ സാമ്പിൾസ് കാര്യങ്ങളെല്ലാം ഞാനിവിടെ ഷെയർ ചെയ്യാം. നല്ല കളർ ടോണാണ്, നല്ല സ്കിൻ ടോണാണ്, നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ കിട്ടിയത്. ഒരു ഇച്ചിരി സ്പീഡായിട്ട് ഓടിയാൽ പോലും വീഡിയോയുടെ സ്റ്റെബിലിറ്റി മിസ്സാവുന്നില്ല. ഈവൻ ലോ ലൈറ്റ് കണ്ടീഷനിലാണെങ്കിൽ പോലും നല്ല ഡീറ്റെയിൽ ഉള്ള നല്ല ഷാർപ്പായിട്ടുള്ള ഇമേജുകളാണ് നമുക്ക് വീഡിയോയിൽ കിട്ടുന്നത്. ഇതാണ് പോക്കോ X8 Proയിലെ സെൽഫി വീഡിയോ ക്വാളിറ്റി. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഓഡിയോ ക്യാപ്ചറിങ് ക്വാളിറ്റി ഉണ്ടല്ലോ, അതും ഇതാണ്. എനിക്ക് പേഴ്സണലി നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്കിൻ ടോണാണ്. നമ്മുടെ ചുറ്റുമുള്ള പച്ചപ്പ് കാര്യങ്ങളെല്ലാം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ സെൽഫിയുടെ സൈഡിലോട്ട് വരുമ്പോഴും നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്, നല്ല സ്കിൻ ടോണാണ്, നല്ല ഓഡിയോ ക്യാപ്ചറിങ് ക്വാളിറ്റിയാണ്. ഓവറോൾ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും എനിക്ക് പേഴ്സണലി നല്ല പോലെ അടിപൊളിയായിട്ട് എനിക്ക് ഇതിൻ്റെ ക്യാമറ ഔട്ട്പുട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, അതും ഒരു ദിവസം മുഴുവൻ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാറ്ററി കൂടി ഇതിൽ കൊടുക്കണം. അപ്പോൾ ഇവിടെ 6500 mAh വലിയൊരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 25 മിനിറ്റിനുള്ളിൽ 0 to 50%, ഏകദേശം ഒരു 50 മിനിറ്റിനുള്ളിൽ 0 to 100% ഈ ഒരു ഫോൺ ചാർജ് ആവുന്നുണ്ട്. അബ്നോർമലായിട്ട് ബാറ്ററി ഇറങ്ങി പോകുന്നതോ ചാർജ് ചെയ്യുന്ന സമയത്ത് ഓവർ ഹീറ്റ് ആവുന്നതോ ഒന്നും എൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ല. വളരെ സോളിഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് ആണ് കിട്ടിയത്. ഏകദേശം ഒരു 10 മണിക്കൂറോളം സ്ക്രീൻ ഓൺ ടൈം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ദിവസം ഈസി ആയിട്ട് നിൽക്കും. നെക്സ്റ്റ് ഡേയിലോട്ട് പോകും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല, അത് നിങ്ങൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ ബാറ്ററി അടക്കം നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കവർ ചെയ്തു. ഇനി ഞാൻ എൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് കൂടി പറയാം. നിങ്ങൾക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് തരുന്ന ഒരു ഓൾറൗണ്ടർ പാക്കേജ് ആണ് വേണ്ടതെങ്കിൽ ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 38,000 രൂപയാണ്. ഈ ഒരു ഓഫർ ടൈമിൽ ഏകദേശം 33,000 രൂപയ്ക്കൊക്കെ കിട്ടിയിരുന്നു. അത് തന്നെയാണ് കേട്ടോ. 32,000 33,000 എന്ന് പറയുന്നത് കൊടുത്താലും തെറ്റില്ലാത്തൊരു പ്രൈസാണ്. ആ ഒരു വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഒരു ഫോണും കൺസിഡർ ചെയ്യേണ്ട, ധൈര്യമായിട്ട് ഈ ഒരു ഫോൺ എടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫോൺ കുറച്ച് കാലമായിട്ട് മാർക്കറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇനി ആരെങ്കിലും ഈ ഒരു ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് പേജിൽ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ ചെറിയൊരു കമ്മീഷൻ എനിക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, ഹൈപ്പ് കൊടുക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.